ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വാലന്റൈൻസ് ഡേ അല്ലേ വരുന്നത്. നമുക്കൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്താലോ? വണ്ടിയും എടുത്ത് ഹരിപ്പാടിന്റെ മണ്ണിലേക്കൊരു യാത്ര. മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനാണ്. നമ്മളുടെ ഷോപ്പിൽ എത്തിക്കഴിഞ്ഞു. നല്ല ഭംഗിയുള്ള വെൽവെറ്റ് മെറ്റീരിയൽ. മീറ്ററിന് 185 രൂപയാണ്. ഒന്ന് രണ്ട് മെറ്റീരിയൽസും കൂടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. മടിച്ചിരിക്കാൻ ഇനി സമയമില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തയ്ച്ചെടുക്കണം. തുണി 4ആയി മടക്കി നമ്മുടെ അളവുകൾ രേഖപ്പെടുത്താം. നന്നായി തയ്ക്കാൻ അറിയാത്തവർക്കും സിമ്പിളായി ചെയ്തെടുക്കാം. നമ്മുടെ ഏതെങ്കിലും ഒരു ചുരിദാർ എടുത്ത് ഹിപ്പ് സൈസ് വരെയുള്ള അളവുകൾ രേഖപ്പെടുത്തി ഫ്ലെയർ ഇട്ട് താഴോട്ട് വെട്ടിയെടുക്കാം. കട്ടിങ് ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. ഇനി സ്ലീവ്സ് ആണ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ക്യാൻവാസ് പേപ്പറിൽ നമുക്ക് നെക്കും കൂടി വെട്ടിയെടുക്കാം. ക്യാൻവാസ് പേപ്പറിൽ ഞാൻ ബോട്ട് നെക്ക് ആണ് ചെയ്യുന്നത്. ബോട്ട് നെക്കിന് ഒരു 4.5 ഇഞ്ച് വീതിയും ഇറക്കം ഒരു 3.5 ഇഞ്ചുമാണ് ഇട്ടിരിക്കുന്നത്. ബോട്ട് നെക്ക് ആയതുകൊണ്ട് രണ്ടും സെയിം അളവിൽ തന്നെ വെട്ടിയെടുക്കാം. ഇനി ബാലൻസ് വന്ന തുണിയിലേക്ക് നമുക്ക് ഇത് അറ്റാച്ച് ചെയ്യാം. ക്യാൻവാസ് പേപ്പർ ഒരു വശം സ്റ്റിക്കി ആയതുകൊണ്ട് അയൺ ബോക്സ് ഉപയോഗിച്ച് നമുക്ക് ബാലൻസ് ചെയ്ത തുണിയിലേക്ക് നെക്ക് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം പിൻ ഉപയോഗിച്ച് നമ്മുടെ മെയിൻ ക്ലോത്തിലേക്ക് നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി തയ്ച്ചെടുക്കണം. വരൂ, നമുക്ക് മെഷീനിലേക്ക് പോകാം. മെഷീനിൽ പോയി പിൻ അറ്റാച്ച് ചെയ്തത് കൊണ്ട് വളരെ ഇളകിയൊന്നും പോകാതെ നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. കുറച്ചൊക്കെ തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഇത് കണ്ടാൽ മനസ്സിലാകും. നന്നായി തയ്ക്കാൻ അറിയാവുന്നവര് അടിക്കാൻ വരരുതേ, ഞാൻ സ്റ്റിച്ചിങ് പഠിച്ചിട്ടില്ല. എന്റെ കുറച്ച് ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഞാനിതൊക്കെ നിറവേറ്റുന്നത് മാത്രം. നെക്ക് അറ്റാച്ച് ചെയ്ത് ഇനി നമുക്ക് തിരിച്ചിട്ട് അടിക്കാം. മറിച്ചടിക്കുന്നത് പെർഫെക്റ്റ് ആയി നെക്ക് കിട്ടും. ഇടയ്ക്കിടെ കട്ട് ചെയ്ത് നമുക്ക് തിരിച്ചിട്ട് അടിക്കാം. അപ്പൊ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്കിത് കിട്ടുന്നതായിരിക്കും. അടുത്തത് സ്ലീവ്സ് ആണ്. എനിക്ക് എന്തോ പഫി സ്ലീവ്സിനോട് ഇപ്പോൾ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് 5 ഇഞ്ചിൽ ഞാൻ തുണി വെട്ടിയെടുത്ത് ഇതിന് ഗാദേസ് ഇടുന്നു. ഇത്രയും തുണി പോരാ. നമ്മുടെ ബാലൻസ് ഉള്ള തുണിയെല്ലാം ഈ 5 ഇഞ്ചിൽ തന്നെ നമ്മൾ വെട്ടി യോജിപ്പിക്കണം. ഒന്നിച്ച് ചേർത്തിട്ടാ വേണം ഗാദേസ് ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമുക്കൊരു ന്യൂസ് പേപ്പറിൽ നമുക്ക് സ്ലീവ്സിന്റെ നമ്മുടെ ഒറിജിനൽ സ്ലീവ്സിന്റെ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് ഗാദേസ് ഇട്ടത് സ്ലീവ്സിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സ്ലീവ്സും ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പേപ്പർ വെച്ച് ചെയ്താൽ നമുക്കത് എളുപ്പമായിരിക്കും. പേപ്പർ നമുക്ക് കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം. ഇനി മെഷീനിൽ വെച്ച് നമ്മളത് അറ്റാച്ച് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ഇനി 2 സൈഡും നമുക്ക് അടിച്ചെടുക്കാം. താഴെ വരെ 2 സൈഡും അടിച്ചെടുക്കുക. അതിനുശേഷം താഴെയും നമുക്ക് സൈഡ് ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കംപ്ലീറ്റ് ലുക്ക് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കിത് വിയർ ചെയ്ത് കാണാം. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിന്റെ കൂടി ഒരു ലേസ് കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് മനോഹരമായ ഒരു പാർട്ടി വെയർ ലുക്കിലേക്ക് മാറ്റാം. ഇനി വാലന്റൈൻസ് ഡേ അല്ലേ, സ്പെഷ്യലായിട്ട് എന്താ, ഡയറി മിൽക്ക് ആയാലോ? എല്ലാവർക്കും വാലന്റൈൻസ് ഡേ ആശംസകൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ വാലന്റൈൻ നെയിം കമന്റ് ചെയ്യാൻ മറക്കരുതേ.